ഹായ് ഫ്രണ്ട്സ്, എന്നും ഒരുപോലെ ബീഫ് കറി വെക്കാതെ നമുക്കിന്നൊരു വ്യത്യസ്തമായ രുചിയിൽ ബീഫ് കറി വെച്ചാലോ? എന്നാൽ റെസിപ്പി മാറ്റിപ്പിടിച്ചാൽ രുചി എങ്ങനെ ഉണ്ടാകുമെന്നുള്ള ഡൗട്ടിലാണോ നിങ്ങൾ? എങ്കിൽ ബീഫ് നമുക്ക് ഇങ്ങനൊന്ന് കറി വെച്ച് നോക്കാം. ഇത് രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങിയാലോ? നന്നായി കഴുകി അരിഞ്ഞെടുത്ത ബീഫ് കുക്കറിൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് വേവിച്ചെടുക്കുക. ഇത് 1/2 കിലോ ബീഫാണ്. ഇത് ഞാൻ 2 വിസിൽ കേട്ട് ഓഫ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. ചൂടാറാനായിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഇതിൻ്റെ ഗ്രേവിക്കായി 2 സവാള ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു 20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചമുളക് അതിലേക്കിട്ട് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായി ഇളക്കി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ അതിൽ ആഡ് ചെയ്ത് ചെറുതായി വഴണ്ടു വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഇടയ്ക്കിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എടുത്തു വച്ചിരുന്ന ബീഫ് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത ശേഷം നമ്മുടെ വഴറ്റിക്കൊണ്ടിരുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഗ്രേവിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് അടച്ചു വേവിക്കുക. നമുക്കിനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ചീനി, പഴംപൊരി ഇവയെല്ലാത്തിൻ്റെയും കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.